റെനെ ഫാത്തിമയെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് ആദിലെ നൂറ് പൊളിച്ചടുക്കി. കൂടുതൽ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിയുടെ ഇടിയുടെ പടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കം. ആക്ടിവിറ്റി ഏരിയ വന്നപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരും തമ്മിലാണ്. അപ്പോൾ റെന ഫാത്തിമ പറഞ്ഞത് എന്തോ ഫുഡിനകത്ത് എന്തോ മുടിയുടെ അംശം കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദില നൂറയുടെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. തിരിച്ച് ആദില നൂറയും അവരുടെ ഇത് വന്നപ്പോൾ അവരും പറഞ്ഞു റെന ഫാത്തിമയ്ക്ക് ഇതാണ് എന്ന് പറഞ്ഞാൽ റെന ഫാത്തിക്ക് ഒട്ടും വൃത്തിയില്ല, അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സുകൾ കൊണ്ടിടുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ആദില നൂറയും കൂടെ റെന ഫാത്തിമയായിട്ട് പഞ്ഞിക്കിട്ടു. വേറൊന്നുമല്ല, അവരൊന്ന് ചോദിച്ചു ഷോർട്ടായിട്ടുള്ള മുടിയാണ് കിട്ടിയെങ്കിൽ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മാത്രമല്ല ഷോർട്ടായിട്ടുള്ള മുടിയുള്ളത്, നിനക്കും ഇല്ലേ? നീ എപ്പോഴും കിച്ചന് വഴി തെറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ടല്ലോ, അപ്പൊ നിനക്കും ഉണ്ടല്ലോ, നീ ഷോർട്ട് മുടിയല്ലോ. ഷാരിക ഉണ്ടല്ലോ, ഷാരിക്ക് ഞങ്ങളുടെ തന്നെയാണ്, നീ കണ്ടോ എന്നും പറഞ്ഞങ്ങോട്ട് അവർ രണ്ടുപേരും കൂടെ റെന ഫാത്തിമ ശരിക്കും കിട്ടും പഞ്ഞിക്കിട്ട്. അവസാനം റെന ഫാത്തിമയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉള്ളൂ. എല്ലാവരോടും കളിക്കുന്നവരെ പോയി കളിച്ചതാണ്, ചെന്ന് പണി നല്ല പണി മേടിച്ച് കിട്ടി. അതിപ്പം ബിഗ് ബോസ് ഇത് കാണിക്കുമ്പോൾ നമ്പാരൊക്കെ കാണിക്കുമല്ലോ, ഷോ കാണിക്കുമല്ലോ, അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല എട്ടിന്റെ പണിയാണ് റെന ഫാത്തിമയ്ക്ക് ഇവർ കൊടുത്തത്. അവർ പുറകാണെന്ന് തന്നെ കൊടുത്തു. മുടി ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ ആ മുടി പോയത്, അല്ലെങ്കിൽ വീണെങ്കിൽ ഇവർ മാത്രമല്ലല്ലോ ചെറിയ മുടിയുള്ളത്, അവിടെയുള്ള ചെറിയ മുടിയുള്ള ഷാരിക്കുണ്ട്, പിന്നെ ഈ റെന ഫാത്തിമയ്ക്കുണ്ട്. ചിലപ്പോൾ നിന്റെ മുടിയായിരിക്കും അവിടെ കടന്ന്, എന്നിട്ട് നീ എന്നെ ഞങ്ങളെ കുറ്റം നീ എന്തുകൊണ്ട് കുറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ റെന ഫാത്തിമ അവിടെ ഉരുണ്ട് കളിക്കുകയാണ് അവിടെ. ഇതാണ് ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങളുടെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാവുന്ന ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.